നമുക്കിനി ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഏതൊക്കെയാണ്? ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താണെന്ന് പഠിച്ചതല്ലേ? അതായത് ഒരു നെറ്റ്വർക്ക് വഴി ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സൊക്കെ അല്ലെങ്കിൽ ഡിവൈസസൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? നമുക്കൊരു നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിവൈസിനെ കണക്ട് ചെയ്യിച്ച് ആ നെറ്റ്വർക്ക് നമുക്ക് കിട്ടാൻ, അതായത് നമുക്കത് ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ്. ദീസ് പ്രൊവൈഡ്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അപ്പോൾ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്? ഒരു ഇൻ്റർഫേസ്, നമുക്ക് നെറ്റ്വർക്കായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് ഇത്തരം ഡിവൈസസ് ആണ്. These are used to transmit, receive, amplify and route data signals across a network. അപ്പോൾ ഈ ഡിവൈസസ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്, എന്തൊക്കെ പോസിബിളാക്കി തരുന്നുണ്ട്? ഒന്നാമത്തെ കാര്യം ട്രാൻസ്മിറ്റ്, നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. മറ്റുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കുന്ന ഡാറ്റാസിനെ സ്വീകരിക്കാൻ, റിസീവ് ചെയ്യാനുള്ളൊരു സാധ്യത നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഈ ഡിവൈസസ് ആണ്. ആംപ്ലിഫൈ, നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡാറ്റാസ് ചിലപ്പോൾ നമ്മൾ നോയ്സ് പഠിച്ചില്ലേ, നോയ്സ് വഴിയൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞു വരാം. അപ്പോൾ ഈ ആംപ്ലിഫൈ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റേനെ അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നും കുറയാത്ത രീതിയിൽ തന്നെ അപ്പുറത്ത് എവിടെയാണോ നമുക്ക് എത്തിക്കേണ്ടത് അവിടേക്ക് അതിനെ കൊണ്ടുപോകുന്നു, ആംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നെ റൂട്ട് ഡാറ്റ സിഗ്നൽസ് അക്രോസ് എ നെറ്റ്വർക്ക്, നമ്മൾ ഇന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്ന കമ്പ്യൂട്ടറിലേക്കാണ് അയക്കുന്നതെങ്കിൽ അതിനെ ആ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ അതിൻ്റെ അഡ്രസ്സ് റൂട്ട് ചെയ്ത് എത്തിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് നമ്മളുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC എന്ന് പറയും. പിന്നെ ഹബ്ബ് നിങ്ങൾക്ക് ഒരുവിധം അറിയായിരിക്കും. പിന്നെ സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, റൂട്ടർ, ഗേറ്റ്വേ. ഇത്രയാണ് നമ്മളുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഒന്നാമത്തെ NIC. It is a device that enables a computer to connect to a network and communicate. ഈ NIC എന്താ ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു. ഇറ്റ് ക്യാൻ പ്രിപ്പയർ, സെൻഡ്, റിസീവ് ആൻഡ് കൺട്രോൾ ഡാറ്റ ഓൺ എ നെറ്റ്വർക്ക്. അതിലേക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? സെൻഡ് ചെയ്യിക്കാനും, ഡാറ്റാസ് സെൻഡ് ചെയ്യിക്കാനും, റിസീവ് ചെയ്യിക്കാനും, പിന്നെ ആ നെറ്റ്വർക്ക് വഴി നമ്മൾ അയക്കുന്ന ഡാറ്റേനൊക്കെ കൺട്രോൾ ചെയ്യിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇറ്റ് ബ്രേക്സ് അപ്പ് ഡാറ്റ ഇൻ ടു മാനേജബിൾ യൂണിറ്റ്സ്, translates the protocols of the computer to that communication medium and supplies address recognition capabilities. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഡാറ്റാസ് അയക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓരോ യൂണിറ്റ്സുകളാക്കി മാറ്റിയിട്ട് അതിനെന്ത് ചെയ്യും, ഓരോ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതിന് ഓരോ പ്രോട്ടോകോൾസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട്. IP അഡ്രസ്സ്, പിന്നെ IP, TCP, IP പ്രോട്ടോക്കോള്, FTP പ്രോട്ടോക്കോൾ, അങ്ങനെ കുറച്ച് പ്രോട്ടോകോൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോകോൾസിൻ്റെ അണ്ടറിലാണ് ഏതൊരു ഡാറ്റയും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അത്തരം പ്രോട്ടോകോൾസിനെയൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ഡാറ്റേനൊക്കെ വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ അഡ്രസ്സിനെ റെക്കഗ്നൈസ് ചെയ്ത് ഓരോ സ്ഥലത്തിലേക്ക് റൂട്ട് ചെയ്ത് വിടുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് NIC ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ഹബ്ബ്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മളൊരുവിധം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ എ വയേർഡ് നെറ്റ്വർക്ക് ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് ഓഫ് ദി സെയിം നെറ്റ്വർക്ക്. ഒരേ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിനൊക്കെ വയേർഡായിട്ട് ഹബിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും? നെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സിനൊക്കെ ഡാറ്റാസ് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ദ കമ്പ്യൂട്ടേഴ്സ് ഓർ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ പോർട്ട് ഓഫ് ദി ഹബ്ബ്. ഹബിന് ഓരോ പോർട്ടുകളുണ്ട്. പോർട്ടുകൾ എന്ന് വെച്ചാൽ ഒരു വയറിങ്ങനെ കുത്തി കൊടുക്കാനുള്ള ഒരു ഇത്. അപ്പോൾ ആ കണക്ഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഓരോ ഇതുകൾ. അപ്പോൾ ഓരോ പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസസ് ഒക്കെ കണക്ട് ചെയ്യുന്നത്. വെൻ NIC ഓഫ് വൺ കമ്പ്യൂട്ടർ സെൻഡ്സ് ഡാറ്റ പാക്കറ്റ്സ് ടു ഹബ്, നമ്മളുടെ കമ്പ്യൂട്ടർ ഡാറ്റേനെ ഹബിലേക്ക് സെൻഡ് ചെയ്തിട്ട് ദ ഹബ്ബ് ട്രാൻസ്മിറ്റ് ദ പാക്കറ്റ്സ് ടു ഓൾ അതർ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ഇറ്റ്. ആ ഹബ്ബാണ്
ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണോ ഡാറ്റാസ് വന്നത്, എവിടേക്കാണോ ആ കമ്പ്യൂട്ടർ ഡാറ്റാസ് അയക്കാൻ പറഞ്ഞത് അവിടേക്ക് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടേഴ്സിലേക്കൊക്കെ ഡാറ്റാസ് അയക്കുന്നത് ആരാ? ഈ ഹബ്ബാണ്. ഈ ഹബ്ബ് വഴിയാണ് എല്ലാ ഡാറ്റ ട്രാൻസ്ഫറിങ്ങും നടക്കുന്നത്. The main disadvantage of hub is that it increases the network traffic and reduces the effect bandwidth. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ? വയേർഡ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്ക് ട്രാഫിക് അവിടെ ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ട്രാഫിക് എന്താ? ഒന്ന് കൂടുതൽ അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ലാഗ് ചെയ്യും. അവിടെ കണക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ച് ലാഗ് ചെയ്യും. അതുകൊണ്ടാണ് ഈ നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയുന്നത്. പിന്നെ റെഡ്യൂസസ് ദ എഫക്റ്റ് ബാൻഡ് വിഡ്ത്തിനെ അതിൻ്റെ ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ഡിവൈസ് ദാറ്റ് കണക്ട്സ് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടു ഫോം എ നെറ്റ്വർക്ക്. സ്വിച്ചും ഹബ്ബും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. സ്വിച്ച് ഹബ്ബ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹബ്ബിൽ കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസൊക്കെ നമ്മൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സ്വിച്ചും അങ്ങനെ തന്നെയാണ്. അതിൽ നമുക്ക് സ്വിച്ചിൽ എന്ത് ചെയ്യാം? സെവറൽ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വിച്ചസ് ആർ capable ഓഫ് ഡിറ്റർമിനിങ് ദ ഡെസ്റ്റിനേഷൻ ആൻഡ് റീഡയറക്ട് ദ ഡാറ്റ ഓൺലി ടു ദ ഇൻറ്റൻഡഡ് നോഡ്. സ്വിച്ചിന് എന്തൊരു കഴിവുണ്ട്? സ്വിച്ച് വഴി നമ്മൾ ഏതൊരു കമ്പ്യൂട്ടറിലേക്കാണോ ഡാറ്റ സെൻഡ് ചെയ്തത് അതിനെ റിസീവ് ചെയ്ത് എവിടെ നിന്നാണോ അതിൻ്റെ സോഴ്സ് അവിടേക്ക് തിരിച്ച് ആ ഡാറ്റനെ സെൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ട്? സ്വിച്ചിനുണ്ട്. പിന്നെ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഹബ്ബ്. ഹബ്ബിന് എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ട്? സ്വിച്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ ദാൻ ഹബ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഡിവൈസസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.